ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡ്രാഗൺ എന്ന് പറയുന്ന പ്രശാന്ത് നീൽ NTR മൂവിയുടെ ഗ്ലിംസ് വന്നിട്ടുണ്ട്. 4 മിനിറ്റൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത്. 4.5 മിനിറ്റ്, 4 മിനിറ്റ് 29 സെക്കൻഡ്. ആൻഡ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണെങ്കിൽ ഇവിടെ ഉള്ളൊരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ പ്രശാന്ത് നീൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ അറിയാലോ, ഈ സലാറ്, KGF എല്ലാം ഒരേപോലെ ആകുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടല്ലോ. അടി ഇടി വെട്ടി തെറിപ്പിക്കൽ, ഒരേ കളർ ഗ്രേഡ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള കുറച്ച് പറച്ചിലുകൾ കേട്ടിരുന്നു. അപ്പോൾ അത് എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, NTR വരുമ്പോൾ മാസ എലമെൻറ്റുകൾ കുറച്ചുകൂടി കൂടുതലുണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു ത്വരയുണ്ട്. ആൻഡ് ഒരു കാര്യം എന്താ വെച്ചാൽ, പുതുമ എന്ന് പറഞ്ഞ രീതിയിൽ വേറെ സംഭവം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കഥയിലൊന്നും. പക്ഷെ മേക്കിംഗ് അത് പുള്ളി വേറെ ലെവലാ. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കാത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്കത് കണ്ടുനോക്കാം. എന്തായാലും ഡ്രാഗൺ ഗ്ലിംസ് മലയാളം NTR, അനിൽ കപൂർ, രുക്മിണി വസന്ത്, രവി ബസ്രൂർ, പ്രശാന്ത് നീൽ, പിന്നെ നമ്മുടെ ഇദ്ദേഹമൊക്കെ ഉണ്ട്, എന്താ പറയുക, ബിജു മേനൊക്കെ ഉണ്ട്. പുള്ളിക്കാരത് അഫ്ഗാനി എന്തോ സംഭവമായിട്ടാണ്, ഒരു മുസ്ലിം ക്യാരക്ടറാണ്, അങ്ങനത്തെ ഒരു പേരൊക്കെ. സോറി, കണ്ടുനോക്കാം. 13 മണിക്കൂർ മുമ്പ് ഒന്നുള്ളൊക്കെ ഉണ്ട്. 14 മണിക്കൂർ, 1,50,970 വ്യൂ. റെഡി. ബ്രിട്ടീഷുകാർ ഭാരതത്തിലേക്ക് വന്നത് കോട്ടണും സ്റ്റീലിനും സ്പൈസസിനുമായിരുന്നു. പക്ഷേ 280 വർഷം അവരിവിടെ തുടരാൻ കാരണം ഒരു ചെടി. They came here for the opium poppy, which produces the most addictive substance in the world, heroin. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പിയം കൃഷി ചെയ്യുന്ന 2 ഇടങ്ങളുണ്ട്, അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഗോൾഡൻ ട്രയാങ്കിൾ. ബ്രിട്ടീഷുകാർ ആ പ്രദേശങ്ങളെ നിയന്ത്രണത്തിൽ വെച്ച് 95% ഓപ്പിയം ട്രേഡ് അവരുടെ കൺട്രോളിലാക്കി. In 1947, when the British left India, they also left behind the most profitable business in the world. അതോടെ ആ വ്യാപാരം 2ആയി പിരിഞ്ഞു. ഒന്ന് അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനി, മറ്റൊന്ന് ഗോൾഡൻ ട്രേഡിംഗ് കമ്പനി. അങ്ങനെ ഓപ്പിയത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ തുടങ്ങി. അപ്പോഴാണ് ഈ വില്ലന്മാരും ഉണ്ടായത്. എവിടെയും കുട്ടി തന്നെയാണ്. Genesis chapter 1 verse 1. On the first day God created light. On the second day he created the sky and the water. Sujoy Sarkar. On the third day he created the land and the vegetation. And on the fourth day he made the sun and the moon and the stars. On the fifth day he created the creatures in the sea and the birds in the sky. On the sixth day he made the animals and the humans. എന്താണത്? On the seventh day God rested. And then sound. The devil was born. ദൈവം എനിക്കൊരു വലിയ വരം തന്നിട്ടുണ്ട്. ട്രിഗർ വലിച്ചാൽ മറന്നു പോകുമെന്ന്. നെറ്റ്ഫ്ലിക്സിൽ എഴുതി കാണിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ സ്വപ്നത്തിൽ ഞാൻ കൊന്നവരുടെ മുഖങ്ങൾ വരില്ല. ബാക്കിയുള്ള ശത്രുക്കളുടെ മുഖങ്ങൾ മാത്രമേ വരൂ. അറിയാതെ പോലും എന്റെ സ്വപ്നത്തിൽ വരരുത്. और मुझे डाउट है जलील साहब, ये पौधा अफीम ज्यादा उगाता है या विलन? इस कहानी में तो सभी विलन है. ഇതെഴുതുന്നതിന് അതറിയാം. വില്ലന്മാരുടെ അരാജകത്വം അതിൽ കിടക്കുമ്പോൾ
കഥയിലേക്ക് ഒരു ഹീറോയെ കൊണ്ടുവരണമെന്ന്. ഇത്തവണ ക്യാരക്ടർ ജലീൽ റഹ്മാൻ നിങ്ങളാണ് സാർ. നിങ്ങളത് തടയണം. പതിനൊന്ന് 6/2027 ജൂൺ 11. എന്താ കാണിച്ചല്ലേ ഇത്? ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരന്റെ ആ പരിപാടി തന്നെയാണ്, സ്ഥിരം പരിപാടി തന്നെയാണ്. ഫുൾ തോക്ക്, ബോംബ്, വെടിവെപ്പ്, കൊല, ചോര, ഇത് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുപോലെയല്ല, നമ്മുടെ സലാർ പോലെ ആവൂല, അതിൻ്റെയൊക്കെ മേലെ വരും. KGF ശേഷം അതുപോലെ പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്നാണ് വിചാരിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ വിചാരിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെ ഈ ഇവരുടെ ഈ ലോകം അങ്ങനെയാണ്, യുദ്ധം, കുറേ ആളുകൾ ഈ എന്താ പറയുക, അവിടെ ഒരു വില്ലൻ വരുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, ഹീറോയിക് പരിവേഷം കൊടുക്കുന്നു, അയാൾ നേടിയെടുക്കുന്നു, പിടിച്ചെടുക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഫുള്ള് ഇദ്ദേഹത്തിന്റെ സ്റ്റോറി. പക്ഷേ മേക്കിംഗ് എന്താ ചെയ്തേക്കണം അല്ലേ? ശരിക്കും ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതി, അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന. എന്താണ് സൗണ്ട് ഇഫക്റ്റും. 4 മിനിറ്റ് എന്തൊരു പെട്ടെന്ന് പോയത് നമുക്ക്. അതാണ് ഇദ്ദേഹത്തിന്റെ പടത്തിന്റെ പ്രത്യേകത. ഇപ്പൊ സലാർ എന്ന് പറഞ്ഞ പടം, പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ നന്നാക്കാമായിരുന്നൊരു പടമായിരുന്നു. പിന്നെ കളർ ഗ്രേഡിംഗ് ഒക്കെ ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ എനിക്ക് പേഴ്സണലി, അടിപൊളിയാണെങ്കിൽ പോലും. പക്ഷെ ഇവിടെ വീണ്ടും ഒരു ഗോൾഡിഷ്, യെല്ലോയിഷ്, ഇത് പറയുമ്പോൾ തന്നെ സിൽവറിഷ്, കുറച്ച് തേങ്ങാപ്പാൽ കൂടെ വെച്ച് അടിപൊളിയായി. അപ്പോൾ അതേപോലെ നല്ല കളറിങ് നല്ല രസമുണ്ട്. പിന്നെ കുറച്ചുകൂടി വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. സലാർ പോലെ നടത്തൊരു വേറൊരു ഭയങ്കര ഒരു അല്ലേ, മറ്റേത് ഉഗ്രം എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒരു സംഭവമാണല്ലോ സലാർ ചെയ്തിട്ടുള്ളത്. എന്താണോ സിനിമ അത് തന്നെയാണ്. ആ കഥ തന്നെ ഇങ്ങനെ വേറെ രീതിയിലേക്ക് ഇന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പുള്ളിക്കൊരു തോര തോന്നിയപ്പോൾ ചെയ്ത പടം. പക്ഷെ ഇത് അങ്ങനെയല്ല തോന്നുന്നു. ആൻഡ് OPM ആ ഒരു കണ്ടന്റ്, ഇത് ശരിക്കും വല്ലതും എവിടെയെങ്കിലും ഉണ്ടോ? ചരിത്രത്തിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല, എന്നാൽ പോലും ചരിത്രം നമുക്കറിയായിട്ടൊന്നും അറിയില്ലല്ലോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്തായാലും കമന്റ് രേഖപ്പെടുത്താൻ. എന്തായാലും നല്ല കീടുകൻ മേക്കിംഗ് ആണ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൻ്റെ NTR പൊളിച്ചടുക്കും, ഒരു ഡൗട്ടില്ല. NTRന്റെ ലുക്കൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയില്ലേ? പലർക്കും അസുഖം എന്നൊക്കെ പറയുന്നു. ഈ പടത്തിന് വേണ്ടി ചേഞ്ച് ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് അറിയുന്നവരെ കമന്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതും നല്ലൊരു ഇതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുകൂടിയായിട്ട് കാണാം. എൻ്റെ നാളെ 21-ാം തീയതി നമ്മൾ കാത്തിരിക്കുന്ന പടം നാളെ ദൃശ്യം 3 ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്, വരാം.